10 വർഷം നമ്മുടെ LDF ഗവൺമെന്റ് ഭരണത്തിൽ വന്നതിന് ശേഷമാണ് എൻ്റെ വീടിനടുത്ത് ഒരു പബ്ലിക് ഹെൽത്ത് സെന്റർ ഉണ്ട്. 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വന്ന മാറ്റം എന്ന് പറയുന്നത് ആ തുണ്ടിനെ മരുന്നാക്കി തന്നത് LDF ഗവൺമെന്റാണ്. നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ്. അത് പരമാവധി നമ്മൾ മുതലെടുക്കണം. എങ്ങനെ കൊയ്തവരാണെങ്കിലും ആ നെല്ല് നമുക്കുള്ളതാണ്. LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം LDF ഞാൻ പറയട്ടെ വെറുതെ സമയം കളയേണ്ട. ആയുഷ് ആരോഗ്യ മന്ദിർ ഹെൽത്ത് ഗ്രാന്റ് കൊടുക്കുന്നുണ്ട് കോടിക്കണക്കിന് രൂപ. ഇപ്പോഴൊന്നും അല്ല, അതൊക്കെ പോയി. എങ്കി പറ, ഈ മായാവി എന്തിനാ ഇവരെ സഹായിക്കുന്നേ? ഇവരുമായിട്ട് എന്താ ബന്ധം? എന്താ ബന്ധമെന്നോ? ആ ഹെൽത്ത് ഗ്രാന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഹെൽത്ത് ഗ്രാന്റ് പേര് മാറ്റി വീണ ജോർജ് പേര് മാറ്റി ആയുഷ് ആരോഗ്യ മന്ദിർ അതാ പുതിയ പേര്. പ്രകടന പത്രികയില് 5 വർഷം മുമ്പുള്ള കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള പറയുന്നത്. ഞാൻ നിങ്ങളുടെ പുള്ളിക്കടയിലെ കൗൺസിലർ ഹണി ബെഞ്ചമിന്റെ പ്രകടനത്തെ സഹോദരിക്ക് ഞാൻ കാണിച്ചു തരാം. പുള്ളിക്കടയിലെ ജനങ്ങളെ പുനരധിവസിപ്പിക്കും. എവിടെയാ നടപ്പിലാക്കിയത്? ഇന്നും ജനങ്ങള് ശൗചാലയം പോലും നരകയാത്ര അനുഭവിക്കുക. എന്തിനു നിങ്ങൾ വ്യാജ വാഗ്ദാനം കൊടുത്തു? നരകയാത്ര അനുഭവിക്കുക. നിങ്ങൾക്ക് എല്ലാ സൗകര്യവും ഉണ്ട്, ആ ജനങ്ങൾക്ക് ഒരു സൗകര്യമില്ല സഹോദരി. അമ്മ ചൂണ്ടിക്കാണിച്ചു കൊടുത്താലും അച്ഛനെ അംഗീകരിക്കാത്ത പന്നകൾ. ആ റെയിൽവേയുടെ ഭൂമി വാങ്ങിക്കാനുള്ള കഴിവില്ലെങ്കിൽ രാജിവെച്ച് പോകുന്നേ. ഞങ്ങൾ കൊണ്ടുവരാന്നേ, ഞങ്ങൾ അധികാരത്തിൽ വരുന്നുണ്ടേ, ഞങ്ങൾ കൊണ്ടുവരാം. നേരത്തെ തൊഴിലില്ലായ്മയെ പറ്റിയും ധാരാളം തൊഴിൽ കൊടുത്തതിനെ പറ്റിയൊക്കെ വാദോരാതെ സംസാരിക്കുന്നത് കേട്ടു. ഒരു 500 പേർക്ക് 25 വർഷമായിട്ട് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സംരംഭം ഈ കൊല്ലം കോർപ്പറേഷനിൽ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്താചരം പറയാൻ തയ്യാറാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു എന്നുള്ളത്. സ്കിൽ ടെക് ദീപങ്ങൾ, ഈ 2 പദ്ധതിയും ഒന്ന് കൊല്ലം കോർപ്പറേഷന്റെ പദ്ധതികളാണ്. എന്താണെന്നൊന്ന് മനസ്സിലാക്കണം. സ്കിൽ ടെക് എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് തൊഴിൽ മേള നടത്തി ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരം കൊടുക്കുന്നു. ദീപങ്ങൾ അതെയോ പൊട്ടും കളിക്കരുത് കേട്ടോ. രതീഷ, ചോദ്യം സ്പെസിഫിക് ആണ്. കൊല്ലം കോർപ്പറേഷൻ ഈ നഗരത്തിൽ നടപ്പിലാക്കിയ 500 യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്ന സംരംഭം അല്ല തൊഴിൽ മേള കഥയിലെ സംഭവം പൊളിഞ്ഞായിരുന്നു, നീ വെച്ചേരെ. 500 അല്ല, 1000കണക്കിന് ചെറുപ്പക്കാർക്കാണ് തൊഴിൽ കൊടുത്തത്. ആ പദ്ധതിയുടെ പേരാണ് സ്കിൽ ടെക് ദീപങ്ങൾ. ഈ 2 പദ്ധതി ഞാൻ വ്യക്തമായി പറഞ്ഞു. ബേസിക് ആയിട്ട് കൾച്ചറുള്ള ഒരു മനുഷ്യൻ ആളറിഞ്ഞാലും ആളറിഞ്ഞില്ലെങ്കിലും മര്യാദ വിട്ട് പെരുമാറില്ല. കണ്ടില്ലേ പെണ്ണിന്റെ നിറം മാറുന്ന മാറ്റം കണ്ടില്ലേ? വിവരാവകാശം എല്ലാം എടുത്തുകൊണ്ട് വന്ന് വലിയ പ്രസംഗം നടത്തുന്നവരാണ് നിങ്ങൾ. ഇതേപോലെ വിവരാവകാശം എടുക്കൂ. കൊല്ലം കോർപ്പറേഷൻ എത്ര ചെറുപ്പക്കാർക്ക് തൊഴിലവസരം കൊടുത്തു? 3000-ൽ കൂടുതൽ ചെറുപ്പക്കാർക്ക് തൊഴിൽ മേളയുടെ ഭാഗമായി മാത്രം കൊടുക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്.